Magnetic field intensity inside a current carrying solenoid. Okay? നിങ്ങൾ സോളിനോയിഡ് എന്ന് കേട്ടിട്ടുണ്ടോ? സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസുലേറ്റ് ചെയ്ത കമ്പി ആദ്യം എടുക്കണം. ഒരു ഇൻസുലേറ്റ് ചെയ്ത കമ്പി. നിങ്ങൾ ഈ മോട്ടറൊക്കെ നന്നാക്കുന്ന കട അറിയാമോ? മിക്സിയും ഒക്കെ ശരിയാക്കുന്ന കടയുടെ അടുത്തൂടെ പോയി കാണും. അവിടെ ഈ കോപ്പർ വയറിൻ്റെ പീസുകളൊക്കെ അവിടെ കിടക്കുന്ന നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതിനകത്ത് നല്ല തിളക്കമാണ്, ഒരു മെറ്റീരിയൽ അതിൻ്റെ പുറത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ഇൻസുലേറ്ററാണ്. അപ്പോൾ ഒരു കോപ്പർ കമ്പി ഉണ്ട്, അതിൻ്റെ പുറത്ത് ഒരു ഇൻസുലേറ്റർ കോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സാധനത്തിനെ ഇൻസുലേറ്റഡ് കോപ്പർ വയർ എന്ന് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ എൻ്റെ കയ്യിലുണ്ട്, ഒരു ഇൻസുലേറ്റ് ചെയ്ത കോപ്പർ കമ്പി. അതിനെ ഞാനൊരു PVC പൈപ്പിൻ്റെ പുറത്ത് അങ്ങോട്ട് ചുറ്റിയെടുത്തു കഴിഞ്ഞാൽ അതിന് ദാണ്ട് ഇങ്ങനത്തെ ഷേപ്പ് ഉണ്ടാവൂലേ? അപ്പോൾ ഇത് സ്പ്രിങ്ങിൻ്റെ ഷേപ്പിൽ എനിക്ക് ആ കമ്പി കിട്ടും. ഈ കമ്പിയെ പറയുന്ന പേരാണ് സോളിനോയിഡ്. അപ്പോൾ ആരാണ് ഇവൻ? ഇവനാണ് സോളിനോയിഡ്. ഇവൻ ആരാണ്? സോളിനോയിഡ്, നമ്മുടെ സ്വന്തം സോളിനോയിഡ്. ഇപ്പോൾ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ പേടിച്ചോ? എന്താണ് സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ? ഒരു ഇൻസുലേറ്റ് ചെയ്ത കമ്പി എടുത്തൊരു PVC പൈപ്പിൻ്റെ പുറത്ത് ചുറ്റിയെടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടായി? സോളിനോയിഡ് ഉണ്ടായി. ഓക്കെ, ഇനി ഈ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ തറവാടിയായ ഒരു സോളിനോയിഡിനെ എങ്ങനെ തിരിച്ചറിയാം? സോളിനോയിഡ് എന്താണ്? തന്തയ്ക്ക് പറയുന്ന സോളിനോയിഡ് ആണെങ്കിൽ എങ്ങനെ ഇരിക്കും പറയട്ടെ. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ തിയററ്റിക്കലി പറയുന്നത് ഇതിൻ്റെ ലെങ്ത് ഇൻഫിനിറ്റി ആയിരിക്കണം. എന്തായിരിക്കണം? ലെങ്ത് ഇൻഫിനിറ്റി ആയിരിക്കണം. അപ്പോൾ ഭയങ്കര നീളം വേണം. അപ്പോൾ ലെങ്ത് ഇൻഫിനിറ്റി ആയിരിക്കണം. ഇനി ഇതിൻ്റെ കോയിലുകൾ ടേൺസ് ഉണ്ടോ? ടേൺസിൻ്റെ ഡയമീറ്റർ വളരെ സ്മോൾ ആയിരിക്കണം. ഓക്കെ, ഇനി ടേൺസ് വളരെ ക്ലോസ് ആയിരിക്കണം. ടേൺസ് എല്ലാം വളരെ ക്ലോസ് ആയിരിക്കണം. ഇത് 3 ഗുണവും ഒരു സോളിനോയിഡിനുണ്ടെങ്കിൽ അവൻ തന്തയ്ക്ക് പിറന്ന സോളിനോയിഡാണ്. ഒരു കുടുംബത്തിൽ, നല്ല കുടുംബത്തിൽ പിറന്ന സോളിനോയിഡിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? പറയൂ. സോളിനോയിഡിനെ കണ്ടാൽ അറിയാം, അതിന് ഭയങ്കര നീളം. ആടി നോക്കി അങ്ങോരം ഉണ്ട്, അവിടെ നോക്കി ഇവിടെ നോക്കി, അങ്ങ് ഇൻഫിനിറ്റി വരെ നീണ്ടു കിടക്കുന്നു. ഇനി ഇത് അപ്പം അതിന് നീളം ഭയങ്കരം. അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ വളരെ കുറവ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ടേൺസ് എല്ലാം ചേർന്നിരിക്കുന്നു, അത്രയും ക്ലോസ് ആയിട്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവനൊരു തറവാടിയാണ്. അപ്പോൾ ഈ തറവാടി സോളിനോയിഡിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഹൗ ക്യാൻ യു ഐഡന്റിഫൈ എ തറവാടി സോളിനോയിഡ്? സേ ഇറ്റ്സ് ലെങ്ത് മസ്റ്റ് ബി വെരി ലാർജ്, diameter must be small compared to the length, then turns must be very close. So this is a method of identifying a tharawadi solenoid. Okay, അപ്പോൾ എന്താണ്? So what is a solenoid? An insulated wire wound in the form of a helix. ഈ ഷേപ്പിനെ പറയുന്ന പേരാണ് ഹെലിക്സ്. അപ്പോൾ an insulated wire wound in the form of a helix is known as solenoid. Then say theoretically its length must be very large, diameter must be very small compared to the length, then turns must be very close. So that's all about solenoid. So ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല. So what do you mean by solenoid? An insulated wire wound in the form of a helix is known as solenoid. Then its length will be very large, diameter must be very small compared to the length, then its turns must be very close. Okay, ഇനി നമ്മൾ ഈ സോളിനോയിഡ് വഴി ഒരു കറണ്ട് കയറ്റി വിടാൻ പോവാണ്. ഇപ്പൊ സോളിനോയിഡിൽ കൂടെ നിങ്ങളൊരു കറണ്ട് കയറ്റി വിട്ടു. ഞാൻ കയറ്റിവിട്ട കറണ്ട് എത്രയാ? I ആണ്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഇതെവിടെയെങ്കിലും നമ്മൾ പഠിച്ചിട്ടുള്ളൊരു സാധനമാണോ? പണ്ടൊരു സർക്കുലാർ ലൂപ്പിനെ പറ്റി നമ്മൾ പഠിച്ചതാണ്. സർക്കുലാർ ലൂപ്പ് വഴി കറണ്ട് കയറ്റി വിട്ടു, ഓർമ്മയുണ്ട്? അപ്പോൾ അതിൻ്റെ ആക്സിസ് വഴി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായ കഥയൊക്കെ നമുക്കറിയാം. ഈ നമ്മുടെ ആരാണ് സർക്കുലാർ ലൂപ്പിനെ ആഹാരം കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ അവൻ വളർന്ന് എന്തായിട്ട് മാറി? സോളിനോയിഡായി. അപ്പൊ പണ്ട് ഇതിന് എത്ര ടേൺസേ ഉണ്ടായിരുന്നുള്ളൂ? ഒരെണ്ണം. ഇപ്പൊ വളർന്ന് വലുതായി. എന്തായിട്ട് മാറി? അപ്പോൾ ഒരു നാൾ ഞാനും വളരും, വലുതാകും. എന്തായിട്ട് മാറും? സോളിനോയിഡായിട്ട് മാറും. അപ്പോൾ സർക്കുലാർ ലൂപ്പ് വളർച്ച പൂർത്തിയാക്കിയപ്പോൾ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? സോളിനോയിഡ്. അപ്പോൾ നമ്മൾ സർക്കുലാർ ലൂപ്പിൽ കൂടെ കറണ്ട് കയറ്റി വിട്ടപ്പോൾ അതിൻ്റെ ആക്സിസ് വഴി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായെങ്കിൽ ഈ സോളിനോയിഡ് വഴി ഇതുപോലെ കറണ്ട് കയറ്റി വിട്ടാൽ ഇതിൻ്റെ ഈ അകത്തുള്ള ഈ ആക്സിസ് വഴി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും എന്നുള്ളതിന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഇതാ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു.
നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡ് വഴി, മെത്തേഡിന്റെ പേര് ആംബിയർ സർക്യൂട്ടൽ തിയറം. പറയട്ടെ. അപ്പോൾ see what do you mean by solenoid? An insulated wire wound in the form of a helix is known as solenoid. Then so you pass current through the solenoid. So what will be there inside? Inside there will be a magnetic field. So we are going to calculate that magnetic field by using Ampere's circuital theorem. So shall I? So listen properly. This is our solenoid. Then what is the current through the solenoid? I is a current through the solenoid. Okay. Then this is a axis. This is a axis of the solenoid. No problem. This is axis. Along this axis, there will be a magnetic field. So we are going to calculate that. So for that, we use Ampere's circuital theorem. Ampere's circuital theorem ഉപയോഗിക്കണം എങ്കിൽ, Ampere's circuital theorem ഉപയോഗിക്കണമെങ്കിൽ നമ്മളൊരു ക്ലോസ്ഡ് പാത്ത് എടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ഈ സോളിനോയിഡിന്റെ ലെങ്ത് അങ്ങ് ഇൻഫിനിറ്റി ആണെന്നോ? അല്ല, നീളമുള്ള സോളിനോയിഡ്. ഇതിന്റെ ഈ ലെങ്ത് ഞാൻ L എന്നാണ് എടുക്കുന്നത്. അപ്പോൾ സോളിനോയിഡിന്റെ ലെങ്ത് എത്രയാ? L ആണ്. ഓക്കെ. അപ്പോൾ ഈ സോളിനോയിഡിൽ ഞാൻ ആംപിയർ സർക്യൂട്ടൽ തിയറം പ്രയോഗിക്കാൻ പോകുന്നു. എനിക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. എൻ്റെ ഉദ്ദേശം എന്താണ്? ഇതിന്റെ ഈ ആക്സിസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കലാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നു. ശ്രദ്ധിക്കൂ. ദാ ഞാനിവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് എടുക്കുന്നത് ശ്രദ്ധിക്കൂ. ഞാനിവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് എടുക്കുന്നത് ശ്രദ്ധിക്കൂ. കണ്ടോ? അപ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്ന ക്ലോസ്ഡ് ലൂപ്പ്. ഇതിന് പേരൊക്കെ ഇടാം. A, B, C, D എന്നാണ് ഈ ലൂപ്പിന്റെ പേര്. കണ്ടല്ലോ? ഇനി ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കണേ. നമ്മുടെ ഇവിടെ ഇവിടെ കറണ്ട് കയറുന്നത് നിങ്ങൾ കണ്ടോ? കറണ്ട് ഇങ്ങോട്ട് കയറി ഇറങ്ങി, കയറി ഇറങ്ങി, കയറി ഇറങ്ങി, കയറി ഇറങ്ങി. അപ്പോൾ കയറി ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ. അപ്പോൾ എത്ര എൻ്ററിങ് കറണ്ട് ഉണ്ടോ അത്രയും ലീവിങ് കറണ്ടും ഉണ്ടാവും. അപ്പോൾ സോളിനോയിഡിൽ കൂടെ കറണ്ട് കയറി അപ്പുറത്തൂടെ ഇറങ്ങി, കയറി അടുത്തതിൽ കൂടെ ഇറങ്ങി. അപ്പോൾ എത്ര എൻ്ററിങ് കറണ്ട് ഉണ്ടോ അത്രയും ലീവിങ് കറണ്ടും ഉണ്ടാവും. ഇനി ഞാനിവിടെ പറയുന്നത് ശ്രദ്ധിക്കൂ. എനിക്ക് ആംപിയർ സർക്യൂട്ടൽ തിയറം ഉപയോഗിച്ചോളാം പറയാതിരിക്കണം, സഹിക്കാൻ പറ്റുന്നില്ല. ആംപിയർ സർക്യൂട്ടൽ തിയറം ഉപയോഗിച്ചില്ലെങ്കിൽ ഞാനിപ്പം മരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രയോഗിച്ചേ പറ്റൂ. ഉപയോഗിക്കാൻ പോകുന്നു. എന്താണ് ആംപിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു പറയൂ μ0 ടൈംസ് ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത് എന്നാണല്ലോ. ഇതെന്താണ് സാധനം? ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ അല്ലേ? അപ്പൊ ബി ഡോട്ട് ഡി എൽ ഇവിടുത്തെ ക്ലോസ്ഡ് പാത്തിൽ കണ്ടുപിടിക്കണം. ഇവിടുത്തെ ക്ലോസ്ഡ് പാത്തിന്റെ പേരെന്ന് പറയോ? ABCD എന്നാണ്. എന്താണ് പേര്? ABCD എന്നാണ്. ആ ക്ലോസ്ഡ് പാത്തിൽ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ കാണണം. എന്ത് ചെയ്യും? ഈ സാധനം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ക്ലോസ്ഡ് പാത്തിലെ ബി ഡോട്ട് ഡി എൽ കാണാൻ പറഞ്ഞാൽ എ തൊട്ട് ബി വരെയുള്ള ബി ഡോട്ട് ഡി എല്ലും ബി തൊട്ട് സി വരെ ഉള്ളതും സി തൊട്ട് ഡി വരെ ഉള്ളതും ഡി തൊട്ട് എ വരെ ഉള്ളതും കൂടെ ആഡ് ചെയ്താൽ പോരെ. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡ് കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ട പണി പറഞ്ഞോ? ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എ തൊട്ട് ബി വരെ കണ്ടുപിടിക്കണം. പിന്നെ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എല്ലിന്റെ ആൻസർ എവിടെ? ബി തൊട്ട് സി വരെ കണ്ടുപിടിക്കണം. പ്ലസ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എല്ലിന്റെ ആൻസർ ഇനി ഇവിടെ കണ്ടുപിടിക്കണം. പറഞ്ഞോ? സി തൊട്ട് ഡി വരെ കണ്ടുപിടിക്കണം. പ്ലസ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എല്ലിന്റെ ആൻസർ എവിടെ നിന്ന് എവിടെ വരെ കണ്ടുപിടിക്കണം? ഡി തൊട്ട് എ വരെ കണ്ടുപിടിക്കണം. എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്താൽ ക്ലോസ്ഡ് പാത്തിലെ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ആയി. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ, എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ക്ലോസ്ഡ് പാത്തിലെ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി എ തൊട്ട് ബി വരെയുള്ള ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എ തൊട്ട് ബി വരെയും ബി തൊട്ട് സി വരെയും സി തൊട്ട് ഡി വരെയും ഡി തൊട്ട് എ വരെയുള്ള ആൻസറുകൾ ആഡ് ചെയ്യുമ്പം ക്ലോസ്ഡ് പാത്തിലെ ബി ഡോട്ട് ഡി എല്ലിന്റെ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എല്ലിന്റെ ആൻസർ ആയി. അപ്പൊ ഈ LHSനെ ഞാൻ ഇങ്ങനെ എഴുതി. ഈക്വൽ ടു μ0 ടൈംസ് ടോട്ടൽ കറണ്ട് ഇൻസൈഡ് ദ ലൂപ്പ്. നിങ്ങൾ ലൂപ്പിനെ കാണുന്നുണ്ടോ? നിങ്ങൾ ലൂപ്പിനെ കാണുന്നുണ്ട്. ഓക്കെ. ഇതിനകത്ത് എത്ര കറണ്ട് ഉണ്ടെന്നാണ് എഴുതേണ്ടത്. ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ലൂപ്പിന്റെ അകത്ത് നിങ്ങൾ കാണുന്ന കറണ്ട്. നിങ്ങളുടെ ലൂപ്പ് ഇതാണല്ലോ.
അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലൂപ്പ്. ഈ ലൂപ്പിൻ്റെ അകത്ത് നിങ്ങൾ എന്താണ് എൻറ്ററിങ് കറണ്ടുകളെ മാത്രമേ കാണുന്നുള്ളൂ അല്ലേ? എൻറ്ററിങ് കറണ്ടുകൾ n ടേൺസ് ഉണ്ട്. എത്ര ടേൺസാ? n ടേൺസ് ഉണ്ടെങ്കിൽ n എൻറ്ററിങ് കറണ്ട്സ് ഉണ്ടാവുമല്ലോ. ഈ n എൻറ്ററിങ് കറണ്ട് അല്ലേ നിങ്ങൾ ലൂപ്പിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് NI ആണ്. എത്രയാണ്? NI ആണ്. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഈ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലൂപ്പിൻ്റെ അകത്തുള്ള മൊത്തത്തിലുള്ള കറണ്ട്. ലൂപ്പിൻ്റെ അകത്ത് എത്ര കറണ്ടിനെ കാണുന്നു? n എൻറ്ററിങ് കറണ്ടിനെയാണ് ഞാൻ എൻ്റെ രണ്ട് കണ്ണ് വെച്ച് കണ്ടത്. അപ്പോൾ ഞാൻ ടോട്ടൽ കറണ്ട് എന്നുള്ള സ്ഥലത്ത് എന്തെന്ന് എഴുതുന്നു? NI എന്ന് എഴുതുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ക്ലിയർ ചെയ്തു. ഇനി ബാക്കി അങ്ങോട്ട് സിമ്പിൾ ആക്കാം. നോക്കൂ, ഞാൻ ഒന്നും കൂടെ പറഞ്ഞിട്ട് ഇത് അടുത്തേക്ക് പോകാം. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ കാണാൻ പറഞ്ഞാൽ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എ തൊട്ട് ബി വരെയും ബി തൊട്ട് സി വരെയും സി തൊട്ട് ഡി വരെയും ഡി തൊട്ട് എ വരെയുള്ള ആൻസറുകൾ ആഡ് ചെയ്യുക. അപ്പോൾ LHSൻ്റെ ആൻസറായി. ഇവിടെയെങ്കിലും ക്ലോസ്ഡ് ഇട്ടുള്ളായിരുന്നു. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴേ ക്ലോസ്ഡിൻ്റെ ആൻസർ ആവും. ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ടോട്ടൽ കറണ്ട്. ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂപ്പിൻ്റെ അകത്തുള്ള കറണ്ട്. നിങ്ങളുടെ ലൂപ്പ് ഇതാണല്ലോ. ഈ ലൂപ്പിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്നത് n ടേൺസ് മൊത്തത്തിലുണ്ട്. അപ്പോൾ n എൻറ്ററിങ് കറണ്ട്സിനെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് NI ആണ്. അപ്പോൾ സിഗ്മ ഐക്ക് പകരം NI. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് ഇരിക്കണം. നോക്കൂ, ഇവിടെ ഓരോന്നായിട്ട് പറയുക. എ തൊട്ട് ബി വരെയുള്ള കേസ് മാത്രം നോക്കുക. എ തൊട്ട് ബി വരെയുള്ള സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടല്ലേ ഈ ആക്സിസ് വഴി. ആക്സിസ് വഴി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. മാഗ്നറ്റിക് ഫീൽഡ് ഈ ആക്സിസ് വഴി ഇങ്ങോട്ടാണെന്നിരിക്കട്ടെ. ഈ എ തൊട്ട് ബി വരെയുള്ള സ്ഥലത്ത് ഒരു കുഞ്ഞ് എലിമെന്റ് എടുത്തോ. അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞ് എലിമെന്റ്. അപ്പോൾ ഇതാണ് DL. അപ്പോൾ DL ഇതാണ്. അപ്പോൾ വെക്ടർ DL ഇതാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡും അങ്ങോട്ടാണ്, DLും അങ്ങോട്ടാണ്. അപ്പൊ ബിക്കും DLനും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാ? 0. അപ്പൊ ബി ഡോട്ട് DL എന്തായിട്ട് മാറും? BDL ആയിട്ട് മാറും. മനസ്സിലാവാത്തവർക്ക് വേണ്ടി എ തൊട്ട് ബി വരെയുള്ള സ്ഥലം നോക്കുക. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ് അല്ലെങ്കിൽ ഇങ്ങോട്ടാണ്, എങ്ങോട്ടെങ്കിലും ഇരിക്കട്ടെ. അപ്പൊ ഞാനിപ്പോൾ അങ്ങോട്ടാണ്, ഈ ആക്സിസ് വഴിയാണല്ലോ എന്തായാലും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഇവിടെ ഒരു കുഞ്ഞ് എലിമെന്റ് എടുത്താൽ അതും അങ്ങോട്ടാണ്. അപ്പൊ ബിക്കും DLനും ഇടയ്ക്കുള്ള ആംഗിൾ 0 ആണ്. അപ്പൊ ബി ഡോട്ട് DL എന്തായിട്ട് മാറും? BDL ആയിട്ട് മാറും. അപ്പൊ ഇതിനെ നമുക്ക് എന്തോന്ന് എഴുതാം? ഇന്റഗ്രൽ പറയൂ. ഇന്റഗ്രൽ എ ടു ബി ഡോട്ട് DL നമ്മൾ BDL എന്ന് എഴുതി. പ്ലസ് അടുത്ത പറയണം, ഇതിന്റെ ആൻസർ പറയണം. ബി തൊട്ട് സി വരെയുള്ള സ്ഥലം നോക്കണം. ബി തൊട്ട് സി വരെയുള്ള സ്ഥലം നോക്കുക. അവിടെ ഒരു കുഞ്ഞ് എലിമെന്റ് എടുത്തേ, അതിനെ ഞാൻ DL എന്ന് വിളിക്കട്ടെ. അപ്പൊ DL ഇങ്ങനെയാണ്. ഓക്കെ, പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയല്ലേ മക്കളെ? അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, DL ഇങ്ങനെയാണ്. ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? 90. അപ്പൊ ബി ഡോട്ട് DL എന്തായിട്ട് മാറും? BDL cos 90 ആയിട്ട് മാറും. അപ്പൊ ആൻസർ എത്രയായിട്ട് മാറും? 0. പ്ലസ് അടുത്ത പറയണം, ഇതിന്റെ ആൻസർ പറയണം. സി തൊട്ട് ഡി വരെയുള്ള സ്ഥലത്ത്, സി തൊട്ട് ഡി വരെയുള്ള സ്ഥലം നോക്കിയോ. സി തൊട്ട് ഡി വരെയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ സോളിനോയിഡിന്റെ വെളിയിലല്ലേ. ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ്, തൊന്തയ്ക്ക് പറയുന്ന സോളിനോയിഡിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. ഈ സോളിനോയിഡാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തറവാടിയായ സോളിനോയിഡാണ്. ഇതിൽ കൂടെ കറണ്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവൂ. അപ്പോൾ ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു തറവാടി സോളിനോയിഡ് വഴി കറണ്ട് കയറ്റി വിട്ടാൽ അതിൻ്റെ അകത്ത് മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവൂ, പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് വരില്ല. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ എന്തില്ല? ഈ സെക്ഷൻ എടുത്താൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പൊ ഇവിടെ ബിയുടെ വാല്യൂ 0 ആണ്. അപ്പൊ ഇവിടെ 0 എടുത്താൽ 0 ഡോട്ട് DL. അപ്പൊ അതിന്റെ ആൻസർ 0 ആവൂലേ? ആ സെക്ഷൻ 0 ആയി. അടുത്ത ലാസ്റ്റ് സെക്ഷൻ ഡി തൊട്ട് എ വരെയുള്ള സ്ഥലം. ഡി തൊട്ട് എ വരെയുള്ള ഈ സ്ഥലത്ത് നിങ്ങളൊരു കുഞ്ഞ് എലിമെന്റ് എടുത്തോളൂ. അപ്പൊ ഇതാണ് DL. അപ്പൊ DL വെക്ടർ DL ഇതാണ്, കണ്ടോ? അപ്പൊ ഇതാണ് വെക്ടർ DL. ഇനി അപ്പൊ ഇതിങ്ങനെയാണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് പക്ഷെ അങ്ങോട്ടല്ലേ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, ഈ DL എന്ന് പറയുന്നത് ഇങ്ങനെ. അപ്പൊ ബിക്കും DLനും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? 90. അപ്പൊ ബി ഡോട്ട് DL എന്തായിട്ട് മാറും? BDL cos 90 0 ആയിട്ട് മാറും. അപ്പൊ ഇതും 0. അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള ഇത്രയും സാധനമായി. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താണ്? μ0 NI. μ0 NI. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ബാക്കി പറയണം. അപ്പൊ ഇന്റഗ്രൽ എ ടു ബി BDL ഈസ് ഈക്വൽ ടു μ0 NI എന്നാണ്. ഓക്കെ, ബാക്കിയെല്ലാം ക്ലിയർ ആയി. ഇനി നോക്കൂ, ഇവിടെ നിന്ന് അങ്ങേയറ്റം വരെ, ഇതിൻ്റെ അകത്ത് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഇത്രയും സ്ഥലത്ത് ഇതിൻ്റെ അകത്ത്
മാഗ്നറ്റിക് ഫീൽഡ് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ബി ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിനെ പുറത്തെടുക്കുക. ഇന്റഗ്രൽ എ ടു ബി ഡി എൽ ഈക്വൽ ടു μ0 ni. ഇനി ബാക്കി പറയണം. ബി അതുപോലെ എഴുതി. ഡി എല്ലിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? എൽ കിട്ടും. ഡി എല്ലിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? എൽ കിട്ടും. ഇനി ലിമിറ്റ് സൈഡിൽ കൊടുക്കണം അല്ലേ? എ ടു ബി ഈക്വൽ ടു μ0 ni. പേടിച്ചില്ല. ഇനി ബി അതുപോലെ എഴുതി. ഓക്കെ. ഇനി ഇതിന് പകരം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എഴുതാം. അപ്പൊ ബി മൈനസ് എ എന്ന് വരും അല്ലേ? ഈക്വൽ ടു μ0 ni. നിങ്ങൾ നോക്കൂ, ബി അതുപോലെ എഴുതി. ഈ ബി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, എ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ ഈ ലെങ്ത് കിട്ടും. അതെന്ന് പറയുന്നത് എൽ അല്ലേ? അപ്പൊ എൽ ഈക്വൽ ടു μ0 ni എന്നാണ് എനിക്ക് ആൻസർ കിട്ടിയത്. ഇനി ഇതിനകത്ത് നിന്ന് എന്ത് കണ്ടുപിടിക്കണം? ബി കണ്ടുപിടിക്കണം. ബി എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ഇവിടെ എഴുതാം. ബി എങ്ങനെ കണ്ടുപിടിക്കും? വാട്ട് ഈസ് ബി? പറയൂ. ബിയുടെ ആൻസർ പറയൂ. μ0 ni ഡിവൈഡഡ് ബൈ എൽ എന്നാണ്. ഇനി നിങ്ങൾ നോക്കൂ, എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് അല്ലേ? ഇനി എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ സോളിനോയിഡ് അല്ലേ? അപ്പൊ എൻ ബൈ എൽ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ യൂണിറ്റ് ലെങ്ത് അല്ലേ? അതിന് സ്മോൾ എൻ എന്ന് കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാവും? ബി ഈക്വൽ ടു μ0 അതുപോലെ എഴുതി, ക്യാപിറ്റൽ എൻ ബൈ എല്ലിന് പകരം സ്മോൾ എൻ എഴുതി ഐ. അപ്പൊ ഇതാ കിട്ടി. എന്താണ്? സോളിനോയിഡിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇതാ കിട്ടിയിരിക്കുന്നു. അപ്പോൾ എന്താണ്? സോളിനോയിഡിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്ര? മോനി. മറക്കരുത്, μ0 ni. മോനിയെ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേ? പിന്നെ ആരെയാണ് ഇഷ്ടം? അപ്പോൾ പറയൂ. ഇപ്പൊ സോളിനോയിഡിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എത്ര? കറണ്ട് ക്യാരി ചെയ്യുന്ന സോളിനോയിഡിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എത്ര? μ0 ni. വല്ല പ്രയാസം തോന്നിയോ? അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്ഐയുടെ ഒരു പാർട്ടാണ്. അപ്പോൾ ആംബിയർ സർക്യൂട്ടൽ തിയറത്തിൻ്റെ അടുത്ത ആപ്ലിക്കേഷനാണ് ഈ പറഞ്ഞത്. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ഈ സാധനം ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ നോക്കൂ, ഞാനിവിടെ ഒരു കമ്പിയെ വളച്ചു വച്ചിരിക്കുകയാണ്. കണ്ടോ? കമ്പിയെ വളച്ചു വച്ചിരിക്കുന്നു. ഇൻസുലേറ്റ് ചെയ്ത കമ്പിയാണ്. അപ്പോൾ ഇൻസുലേറ്റ് ചെയ്ത കമ്പിയെ ഞാനിതാ ഇതുപോലത്തെ ഷേപ്പിലാക്കി വെച്ചിരിക്കുന്നു. ഇതിനെന്താ വിളിക്കുക? സോളിനോയിഡ്. ഇനി ഇത് തറവാടി സോളിനോയിഡ് ആണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് ഇൻഫിനിറ്റി ആയിരിക്കും. ലെങ്ത് വെച്ച് നോക്കുമ്പോൾ ഡയമീറ്റർ വളരെ കുറവായിരിക്കും. ഇനി ഇതിൽ കൂടെ കറണ്ട് കയറ്റി വിട്ടാൽ ഇതിൻ്റെ അകത്തൂടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എത്ര? മോനി. ഇനി ഞാനിവിടെ നോക്കൂ, നമുക്ക് ഇതിനെ നിങ്ങൾ കണ്ടോ? ഇതിൽ കറണ്ട് കയറി പോകുന്നുണ്ടോ? കറണ്ട് കയറുന്നു, കയറി അപ്പുറത്തൂടെ ഇറങ്ങുന്നു. കണ്ടോ? അടുത്ത ടേണിൽ കൂടെ കയറുന്നു, ഇറങ്ങുന്നു, കയറുന്നു, ഇറങ്ങുന്നു, കയറുന്നു, ഇറങ്ങുന്നു, കയറുന്നു, ഇറങ്ങുന്നു. കാണുന്നുണ്ടല്ലോ, ആരോ മാർക്ക് ഇട്ടിരിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഇതാ നോക്കൂ, നേരെ നോക്കൂ, ഇതാ കയറുന്നു. കണ്ടോ? കയറി പോകുന്നുണ്ടോ? കണ്ടല്ലോ? അപ്പോൾ ഇങ്ങനെ. അപ്പോൾ ഇതാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ. സോ ഇനി നമ്മളിതിനെ ഒത്തിരി കൂടെ സ്റ്റാൻഡേർഡ് വേയിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നടത്തുന്നു. കാരണം നമുക്കിപ്പോൾ ഈ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ മനസ്സിലാക്കി സൂഹിക്കണ്ട എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറ്റാം. സോളിനോയിഡിനെ സോളിനോയിഡ് അല്ലാത്തൊരു ഷേപ്പിലൊക്കെ വരച്ച് ആളുകൾക്ക് മനസ്സിലാവാത്ത ഒരു ഫോമിൽ നമ്മൾ ആക്കാൻ പോകുന്നു. പേടിക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ ഇതിനെ അങ്ങ് മായ്ക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കൂ, ഞാനിവിടെ ഇതേ പടമാണ് വരയ്ക്കാൻ പോകുന്നത്. കണ്ടിട്ട് ഇനി സോളിനോയിഡ് അല്ല ചക്കയാണെന്ന് പറയരുത്. അതാ നോക്കൂ, സോളിനോയിഡിനെ നോക്കൂ. നോക്കി. ഇനി സോളിനോയിഡിൻ്റെ ഈ അറ്റം എനിക്ക് കാണാം. ഓക്കെ, സോളിനോയിഡിൻ്റെ ഈ അറ്റം കാണാം. അല്ലെങ്കിൽ പോട്ടെ, ഞാൻ അതാ ഇവിടം തൊട്ട് അവിടം വരെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടം തൊട്ട് അവിടം വരെ എടുത്തു. അപ്പോൾ എനിക്ക് ഈ അറ്റം കാണാമല്ലോ? കാണാം. ആ അറ്റം കാണാമല്ലോ? കാണാം. ഓക്കെ, ഇപ്പോൾ രണ്ടറ്റവും കാണാം. ഇനി ഇവിടെ കറണ്ട് എൻ്റർ ചെയ്യുന്നു, കറണ്ട് ലീവ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു, ലീവ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു, ലീവ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു, ലീവ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു, ലീവ് ചെയ്യുന്നു. ഇങ്ങനെയാണല്ലോ നിങ്ങൾ കാണുന്നത്. അപ്പം നമ്മളിനി ഇതിൻ്റെ പടം മൊത്തത്തിലങ്ങ് മാറ്റുകയാണ്. ഈ അറ്റവും ആ അറ്റവും കണ്ടോ? കണ്ടു. അപ്പോൾ ആ രണ്ടറ്റവും കണ്ടു, ഇതായിരിക്കുന്നു, കണ്ടു. കണ്ട അറ്റങ്ങളാണ് വരച്ചത്. ഇനി ബാക്കി അവിടെ കറണ്ട് എൻ്റർ ചെയ്യുന്നത് കണ്ടോ? എൻ്ററിങ് ആകുമ്പോൾ ഇൻറ്റു വരയ്ക്കുന്നു. ഇപ്പുറത്തെ കറണ്ട് ലീവ് ചെയ്യുന്നത് കണ്ടോ? ഇനി അപ്പുറത്ത് വീണ്ടും എൻ്റർ ചെയ്യുന്നു, ലീവ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു, ലീവ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു, ലീവ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു, ലീവ് ചെയ്യുന്നു. ഇങ്ങനെയല്ലേ നിങ്ങൾ കണ്ടേ? അപ്പം നമ്മളിതാ ഇത്രയും സ്ഥലം ഞാനിങ്ങനെ വരയ്ക്കുകയാണ്. കണ്ടോ?
നിങ്ങൾ പേടിക്കരുത്, നമ്മുടെ സെയിം സോളിനോയിഡാണ്, പേടിക്കരുത്. അപ്പോൾ ഈ സോളിനോയിഡിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ നോക്കൂ. ഇവിടെ എൻ്ററിങ് കറണ്ടുകളാണ്, ഇവിടെ ലീവിങ് കറണ്ട്സ് ആണ്. ഇനി നമ്മൾ കാണുന്ന ഈ രണ്ട് എൻഡ് കണ്ടോ, ഇത്രയും കൂടെ ചേർത്ത് ഇതെന്താണ് സാധനം? നമ്മുടെ സോളിനോയിഡാണ്. ഇതാരാണ് സാധനം? സോളിനോയിഡ്. ഇങ്ങനെ വരച്ച ആളുകൾക്ക് ചിലപ്പം മനസ്സിലായി പോകും, അങ്ങനെ നമ്മൾ മനസ്സിലാക്കിക്കൂടാ എന്നാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ സോളിനോയിഡിനെ തന്നെ ഇങ്ങനത്തെ ഷേപ്പിൽ വരച്ചു. കണ്ടോ, നേരെ വരയ്ക്കാൻ ഞാൻ നോക്കൂ, കണ്ടോ, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുക, കണ്ടല്ലോ. നോക്കൂ, എൻ്ററിങ് കറണ്ട്സ് ഇവിടെ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. അപ്പം ലീവിങ് കറണ്ട് 1 2 3 4 5. കണ്ടോ, അപ്പം ഈ സാധനവും ഒന്നാണ്. ഇടയ്ക്കുള്ള ഒന്നും നിങ്ങൾ വരയ്ക്കണ്ട. അപ്പം അവിടെ അണ്ടർസ്റ്റുഡ് ആണ്, അത് സോളിനോയിഡാണ്. ഇനി ആ ലൂപ്പ് വരയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ അങ്ങ് വരച്ച് കാണിക്കുക. കണ്ടോ, ലൂപ്പ് വരയ്ക്കുമ്പോഴത്തേക്ക് കണ്ടോ, ലൂപ്പ് വരച്ചത് കണ്ടോ. അപ്പം ലൂപ്പ് ഇങ്ങനെ വരച്ചു, ABCD ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. അപ്പം അതും ഇതും ഒന്നാണ്. ഇനി നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഇങ്ങനെ വരയ്ക്കട്ടെ ഞാൻ. അപ്പോൾ മൊത്തം കാര്യങ്ങളും ഞാൻ ഒന്നുകൂടെ പറയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്? സോളിനോയിഡിനെ പറ്റിയാണ്. സോ വാട്ട് ഡു യു മീൻ ബൈ സോളിനോയിഡ്? എന്താണ് സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ? ആൻ ഇൻസുലേറ്റഡ് വയർ wound in the form of a helix is known as solenoid. Tell me, what is solenoid? What is solenoid? An insulated wire wound in the form of a helix is known as solenoid. Okay, so we want to find the magnetic field inside a current carrying solenoid. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന സോളിനോയിഡിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാം. So listen here. So you consider a current carrying solenoid. See, ഇവിടെ ഞാൻ ഒറിജിനൽ പിക്ചർ തന്നെ വരയ്ക്കാം. So this is a solenoid. Okay, then see, current entering is I. Then this is the axis of the solenoid. Along this axis there will be a magnetic field. We want to find that magnetic field. For that we use Ampere's circuital theorem. So listen here, an insulated wire wound in the form of a helix is known as solenoid. Then we pass a current through the solenoid. What is a current in the solenoid? I is a current in the solenoid. Then there exists a magnetic field along its axis. What is a magnetic field? B. So we want to find that B. So shall we? So for that we use which theorem? Ampere's circuital theorem. So listen here. You consider a solenoid carrying a current I. Its length is taken as L. Then listen, ഇതിനെ മാറ്റി ഞാൻ വരയ്ക്കാൻ പോവാണ്. സോ ലിസൺ. സോ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇതേ വരയ്ക്കാവൂ. ആദ്യം ഒരു പ്ലെയിൻ ഈ ഒരു പിക്ചർ ചുമ്മാ വരച്ചിട്ടേക്കും, എന്നിട്ട് ഇതുപോലെ ഒരു പിക്ചർ വരയ്ക്കണം കേട്ടോ. അപ്പം ഇതാണ് നിങ്ങൾ എക്സാമിന് വരയ്ക്കേണ്ടത്. ഓക്കെ, കണ്ടോ, ഇങ്ങനെ വരച്ചിട്ട് കൊടുക്കുക. ഇനി ഇവിടെ എല്ലാം എൻ്ററിങ് കാണിക്കുക കേട്ടോ, കറണ്ട് എൻ്ററിങ്. ഓക്കെ, കറണ്ട് എൻ്ററിങ്, ഇപ്പുറത്തെ സൈഡിൽ കറണ്ട് ലീവിങ്. ഓക്കെ, കറണ്ട് ലീവിങ്. ഇനി ഇത് ഓരോന്നും ഓരോ സെക്ഷനായിട്ട് കാണിക്കുക. ഇപ്പം ഇവിടെ ഇങ്ങനെ, ഓക്കെ, ഈ ഒരു സെക്ഷനകത്ത് ഒരു ടേൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈ ഒരു സെക്ഷനകത്ത് ഒരു ടേൺ. ഓക്കെ, ഇതൊന്നും ബുദ്ധിമുട്ടില്ല. ഇനി നമ്മൾ ദിസ് ഈസ് ദ ആക്സിസ് ഓഫ് ദ സോളിനോയിഡ്. ദിസ് ഈസ് ആക്സിസ്. ഓക്കെ, സോ ആക്സിസ്. So this is the axis of the solenoid. Okay, no problem. So consider a solenoid of turns n. So there are n turns in the solenoid. What is the current in the solenoid? I is the current in the solenoid. Then what is the length of the solenoid? L is the length of the solenoid. Then when current is passed through the solenoid, what will be developed? A magnetic field will be developed inside the solenoid throughout the length. Then that magnetic field is considered as uniform magnetic field. So inside the solenoid there exists a uniform magnetic field. Okay, then outside the magnetic field value will be 0. Keep in mind. Then see, we use which theorem? Ampere's circuital theorem. So for that we consider an Amperian loop. It is a rectangle. ABCD A. So it is a rectangle ABCDA. No problem.
Then by Ampere's circuital theorem, you write what is the first step? Closed integral B dot dl equal to say mu 0 times total current inside the loop. Then how will you calculate the value of closed integral B dot dl? So that is integral B dot dl from A to B plus integral B dot dl from B to C plus integral B dot dl from C to D plus integral B dot dl from D to A. So this will be the answer of closed integral B dot dl equal to mu 0 times total current inside the loop. Here this is a loop, so we are there are n turns, so I am finding n entering currents. So total current is ni. Okay, so total current is ni. Now listen, for the arm AB, so the magnetic field will be like this. Then a small element is like this. So magnetic field is like this. Element is also like that. See, angle between B and DL 0. So B dot DL becomes BDL. So this becomes A to B, integral A to B, BDL plus for the arm BC, you consider a small element. This is an element. Magnetic field will be like this. Angle between B and DL 90. So B dot DL becomes BDL cos 90. So answer 0 plus for the arm CD. You see the arm CD is outside the solenoid. There is no magnetic field. So the value of B, capital B is 0. So this term becomes 0 plus for the last arm D to A. So in this arm you consider a small element. For this arm you consider a small element DL. Okay, then the magnetic field will be like this. So angle between B and DL will be 90. So this becomes BDL cos 90. So its answer is 0 equal to mu 0 Ni. No problem. Then see, you add the LHS. See LHS terms. So you get integral A to B BDL equal to tell me mu 0 Ni. Then see, along this axis the magnetic field is a constant. See, from A to B the magnetic field is a constant. So as B is a constant, you keep it out. So B taken out. Integral A to B DL is equal to mu 0 Ni. No problem. Then B as such, on integrating DL from A to B, this is a DL. Okay, this is a DL. On integrating it from A to B, you will get integral DL is L. You keep this in square bracket. Limit at side A to B is equal to mu 0 Ni. Then no problem. Then balance B. Then instead of L, you write upper limit, then lower limit. Then B minus A is equal to mu 0 Ni. No problem. Then B as such, tell me B as such, B minus A. B minus A gives the length of the solenoid. It is L equal to mu 0 Ni. Then what is B? B equal to mu 0 Ni divided by L. Okay. Then capital N by L. Total number of turns divided by length of the solenoid is number of turns in unit length. So N by L can be substituted as small n. So we get the value of magnetic field. Magnetic field inside the solenoid is equal to mu 0. Then N by L can be written as small n, then I. So this is a value of magnetic field inside a current carrying solenoid. So what is the magnetic field inside a current carrying solenoid? Moini. So mu 0 Ni. So inside the solenoid there is a magnetic field. It is a uniform magnetic field. Keep in mind. So listen properly. How can you apply Ampere's circuital theorem? What is the shape of Amperean loop here? This is a rectangle. Okay. Then from the beginning, see, consider a current carrying solenoid. The current in the solenoid is I. There are n turns. Length of the solenoid is L.
then by ampere before that, see, to find the magnetic field along the axis of the solenoid, we use Ampere's circuital theorem. Then the Amperian loop considered is a rectangle. Its name is ABCDA. Then by Ampere's circuital theorem, closed integral B dot dl equal to mu 0 times total current. Then this can be written as integral B dot dl from A to B plus B to C plus C to D plus D to A, then is equal to mu 0 times total current inside the loop. This is the loop. Inside that you can find n entering currents. So total current is Ni. Then see, for the arm AB, angle between a small element and the magnetic field is 0. So B dot dl becomes B dl. For the arm BC, the angle between magnetic field and a small element is 90. So B dot dl becomes B dl cos 90. This becomes 0. Then for the arm CD, the magnetic field is 0. So capital B 0. So that term becomes 0. For the arm DA, the angle between a small element DL and a magnetic field will be 90. So B dot dl becomes B dl cos 90. So that also becomes 0, equal to mu 0 Ni. Okay. Then add the LHS terms. So integral A to B B dl equal to mu 0 Ni. Then B taken out. Then integral dl equal to mu 0 Ni. Integral dl is L, limits at the side. Then mu 0 Ni. Instead of this upper limit minus a lower limit, B minus A gives length of the solenoid. It is L equal to mu 0 Ni. Then B equal to mu 0 Ni divided by L. Then a capital N by L can be named as small n, number of turns in unit length. So it is put as small n. So what is the magnetic field inside the solenoid? B equal to mu 0 Ni. So inside the solenoid, what type of magnetic field exists? A uniform magnetic field exists. Is it clear to you? ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോവാം.